പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമായ എലിപ്പനിയെ കുറിച്ച് പഠിക്കാം. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. നാം മുമ്പ് പഠിച്ചിട്ടുണ്ട്, ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. എന്താണ് പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ? ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയ ജീവികളുടെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല. ഇങ്ങനെ മർമ്മം കോശത്തിൽ കാണപ്പെടാത്ത ജീവികളെയാണ് പ്രോകാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത്. Today we can study about the bacterial disease called rat fever. Bacteria is a prokaryote. What do you mean by prokaryote? We have studied about prokaryote in 8th standard. In the cells of bacteria, cyanobacteria and mycoplasma, no nucleus is seen. The organisms which have no nucleus in the cells are called prokaryotes. ഈ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. എന്താണ് ദ്വിവിഭജനം? നിലവിലുള്ള ഒരു കോശം വിഭജിച്ച് 2 കോശങ്ങളായി മാറുന്നു. അനുകൂലമായ സാഹചര്യത്തിൽ ബാക്ടീരിയ പോലുള്ള ജീവികളുടെ ത്വരിതഗതിയിലുള്ള വർധനവ് നടക്കുന്നത് പ്രധാനമായും ദ്വിവിഭജനത്തിലൂടെയാണ്. അനുകൂലമായ സാഹചര്യങ്ങളിൽ ബാക്ടീരിയ ദ്വിവിഭജനം മൂലം എണ്ണത്തിൽ പെരുകുന്നു. When these bacteria enter the body of an organism, it multiply through binary fission. What do you mean by binary fission? An existing cell of bacteria divides into 2. It divides to form 2 new cells. This is known as binary fission. Under favorable condition, rapid multiplication of organisms like bacteria takes place by binary fission. So by binary fission, during favorable conditions, the bacteria multiplies rapidly. ഈ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ, അതായത് വിഷവസ്തുക്കൾ, അവ പ്രവേശിച്ച കോശങ്ങളെ നശിപ്പിക്കുകയും അങ്ങനെ രോഗം ഉണ്ടാക്കുകയും ചെയ്യുന്നു. The toxins produced by these bacteria destroy the cells and cause diseases. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. ഇവ എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്നു. അപ്പൊ എലികൾ മാത്രമല്ല ഈ രോഗം പെരുകുന്നതിന് കാരണം. നായ്ക്കളുടെയോ മറ്റ് മൃഗങ്ങളുടെയോ മൂത്രത്തിലൂടെ ഈ ബാക്ടീരിയ പുറത്തെത്തുന്നു. ഇവ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും അതുപോലെ ഈർപ്പമുള്ള സ്ഥലങ്ങളിലും നിലനിൽക്കുന്നു. എലിപ്പനിക്കു കാരണമായ രോഗകാരി ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയയുടെ വാഹക ജീവിയാണ് എലി, നായ്ക്കൾ, അതുപോലെ തന്നെ മറ്റു മൃഗങ്ങൾ. ദ പത്തോജൻ ഓഫ് റാറ്റ് ഫീവർ or leptospirosis is bacteria called Leptospira and the vectors are
rats, dogs, and other animals. The bacteria that cause rat fever is Leptospira. Now we can study how this bacteria comes out. The Leptospira bacteria comes out through the urine of rat, dog, and other animals. From this, we can understand that it is not only through the urine of rat, but through the urine of dog and other animals, these bacteria comes out. And these bacteria can remain alive in stagnant water and moisture. ഇവ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ മുറിവിലൂടെ നമ്മുടെ ശരീരത്തിലെ പ്രവേശിക്കുന്നു. ചെരുപ്പിടാതെയും മലിനമായ വെള്ളത്തിലും മണ്ണിലും നാം ആയിരിക്കുമ്പോഴും നമ്മുടെ കാലിലും മറ്റും മുറിവുണ്ടായാൽ ആ മുറിവിലൂടെ ഈ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. How these bacteria enter the human body? This is through the wounds. Bacteria reach the blood through the wounds of our body. When we walk through the stagnant water barefooted without any chappals, these bacteria enter through the wounds. Or if we have wounds in our hand and we are working in the soil, then also these bacteria enter through wounds to our body. ഈ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ അവ എന്താണ് ചെയ്യുക? മുറിവിലൂടെ ഇവ രക്തത്തിലെത്തിയാൽ ഇവ ശരീരകലകളെ ബാധിക്കുകയും ചില വിഷവസ്തുക്കൾ അഥവാ ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇവ നമ്മുടെ രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. How these bacteria affect our body cells? These bacteria affect our body cells by producing certain toxins. Toxins are the harmful substances produced by the bacteria. And these harmful substances damage our blood capillaries and it leads to internal bleeding. എലിപ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ ഏവ? ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവയാണ് മുഖ്യ ലക്ഷണങ്ങൾ. What are the main symptoms of rat fever? Severe fever, headache, muscle pain, and redness in the eyes are the major symptoms of rat fever. തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചാൽ പരിപൂർണമായും ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് എലിപ്പനി. എലിപ്പനി ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ അതിനെ പ്രതിരോധിക്കുകയാണ്. റാറ്റ് ഫീവർ can be completely cured
through the early diagnosis and treatment. We all know immunization is better than treatment. Prevention is better than cure. The realization that immunization is better than treatment is very important to stop the spread of this disease. എലിപ്പനി പകരാതിരിക്കേണ്ടതിന് നാം സ്വീകരിക്കേണ്ട നടപടികൾ എന്തെല്ലാമാണ്? പ്രധാനമായും മണ്ണിലും മലിനജലത്തിലും നമുക്ക് ഇടപെടേണ്ടി വരുമ്പോൾ ബൂട്ട് പോലുള്ള ചെരുപ്പുകളോ അതുപോലെ ഗ്ലൗസുകളോ ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ മലിനമായ ജലം കെട്ടി നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. വെള്ളപ്പൊക്കമുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളം കെട്ടി നിൽക്കാതെ നമ്മുടെ പരിസരം സൂക്ഷിക്കണം. അതുപോലെ അങ്ങനെയുള്ള സമയങ്ങളിൽ നീന്തുന്നതിനോ അതുപോലെ തന്നെ വെള്ളത്തിൽ അധിക നേരം ചെലവഴിക്കുന്നതിനോ നാം ശ്രമിക്കരുത്. അതുപോലെ നമ്മുടെ ചുറ്റുപാടും വൃത്തിയായി സംരക്ഷിക്കുക. എലി പോലുള്ള ജീവികൾ നമ്മുടെ ചുറ്റുപാടും പെരുകുന്നത് തടയുന്നതിനായി നമ്മുടെ ചുറ്റുപാട് വൃത്തിയായി സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. വീടിന് ചുറ്റുമുള്ള പരിസരങ്ങളിൽ അവശിഷ്ടങ്ങൾ കുന്നുകൂട്ടിയിടുന്നത് നാം ഒഴിവാക്കണം. അതുപോലെ എലികളുടെ എണ്ണം പെരുകുന്നത് തടയാൻ എലികളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന കെണികളോ എലിവിഷമോ ഉപയോഗിച്ച് എലികളുടെ എണ്ണം പരമാവധി കുറയ്ക്കേണ്ടതാണ്. What are the measures to be taken to prevent the transmission of rat fever? Use boots and gloves while we are in stagnant water or we are doing works in the soil. Avoid swimming or wading in flood water. Drain the contaminated water. Control rodents in the household by using rat traps or rat poison. Maintain cleanliness in the house. Do not throw the waste here and there. Proper disposal of the waste should be taken and clean our surroundings are the important measures to be taken to control the rats.